നമ്മുടെ ടേസ്റ്റ് ബഡ്സിനെയൊക്കെ ഒന്ന് എൻജാൻറ്റ് ചെയ്ത് ഒരു പ്ലീസിങ് ടേസ്റ്റ് തരുന്ന, ഒരു ആരോമാറ്റിക് ഷോർട്ട് ബ്രേക്ക് തരുന്ന നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ചായ, റോസ്റ്റഡ് കാരമലൈസ്ഡ് ടീ. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം ഇന്ന്. ഒരു പോട്ട് ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ ഷുഗറാണ് ആഡ് ചെയ്യുന്നത്. ഇത് 2 കപ്പ് ടീ ഉണ്ടാക്കാനുള്ള മെഷർമെൻറ്റാണ്. കൂടുതൽ മധുരം ഇഷ്ടമുള്ളവർക്ക് കുറച്ചുകൂടെ ഷുഗർ ആഡ് ചെയ്യാം. പക്ഷേ ഇവിടെ ഞാൻ 2 ടേബിൾ സ്പൂൺ എടുത്തിരിക്കുന്നത്. അതായത് മെൽറ്റ് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇന്ത്യൻ ഒതൻറ്റിക് ടീ എന്ന് പറയുന്നത് മസാല ടീ ആണല്ലോ. കാർഡമവും സിനമണും ക്ലോവ്സും ജിഞ്ചറും ഒക്കെ ചേർത്ത്. ഇതാ നമ്മുടെ ഷുഗർ ലൈറ്റ് ബ്രൗണായി, ഒരു ഇച്ചിരി കൂടെ ബ്രൗൺ ആകുമ്പോഴത്തേക്ക് നമ്മുടെ എടുത്തു വച്ചിരിക്കുന്ന തേയിലപ്പൊടി 2 ടേബിൾ സ്പൂൺ ഞാൻ ഇതിലേക്കിട്ട് ഒരു 30 സെക്കൻഡ്സ് ഒന്ന് റോസ്റ്റ് ചെയ്യുക. ഈ ടീ ലീവ്സ് ഡ്രൈ റോസ്റ്റ് ചെയ്യുന്നതിൻ്റെ സ്മോക്കി അറോമയും ഷുഗർ കാരമലൈസ് ചെയ്യുന്നതിൻ്റെ ആ സ്വീറ്റ് ഫ്ലേവറും കൂടെ ആകുമ്പം സൂപ്പർ ടേസ്റ്റാണ്. ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് തിളച്ച വെള്ളം ഒഴിക്കുന്നത്, കാരമലൈസ്ഡ് ഷുഗർ ആയതുകൊണ്ട്. നമുക്ക് 2 ക്ലോവ്സ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഓപ്ഷനല്ല, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഒരു കഷ്ണം ഇഞ്ചി ഈ സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 1.5 കപ്പ് പാലും കൂടെ ഒഴിച്ച് തിളപ്പിച്ച് നമ്മുടെ ചായ ഇവിടെ റെഡിയാക്കാം. നമ്മൾ മലയാളികൾക്ക് ഒരു 80% ആൾക്കാർക്ക് നല്ല സ്ട്രോങ് ചായ ഇഷ്ടം. ഞാനും എൻ്റെ ബെറ്റർ ഹാഫും കൂടെ കാനഡയിലെ ഒരു കാപ്പിക്കടയിൽ, ഞാൻ പേര് പറയുന്നില്ല, ഇന്നലെ പോയൊരു ചായ കുടിച്ചു. പുള്ളി പറയുന്നത് കുടിച്ചിട്ടത് വാട്ടർ ചായ ആയിരുന്നെന്ന്. കാരണം എല്ലാവർക്കും നല്ല സ്ട്രോങ് ടീയാണ് ഇഷ്ടം. ഇതാ നമ്മുടെ ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. ഒരു 2 മിനിറ്റ് തിളപ്പിച്ച് കഴിയുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്ത് അരിച്ചെടുക്കാം. ഒരു കാര്യം പ്രത്യേകം ഓർത്തിരിക്കണം, ഇവിടെ കാരമലൈസ്ഡ് ഷുഗറിൻ്റെ മധുരം മാത്രമേ ഉള്ളൂ. നിങ്ങൾ മധുരം കൂടുതൽ ഉപയോഗിക്കുന്നവരാണെങ്കിൽ എക്സ്ട്രാ ഷുഗർ ആഡ് ചെയ്യണേ. കാപ്പിക്കാണെങ്കിൽ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്, ഒത്തിരി ഫ്ലേവറിൻ്റെ ഓപ്ഷൻസ് ഉണ്ട്. ചായക്ക് നമുക്ക് അത്ര ഓപ്ഷൻസ് ഇല്ല. അപ്പം ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റിൽ വല്ലപ്പോഴും കുടിക്കണമെന്ന് തോന്നുമ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ വല്ലപ്പോഴും എന്ന് പറഞ്ഞതിന് കാരണം എല്ലാവർക്കും അവരവരുടെ രീതിയിലുള്ള സ്പെഷ്യൽ ചായ കുടിച്ചാലേ ക്ഷീണം മാറത്തുള്ളൂ. അപ്പം വൺസ് ഇൻ എ വയൽ ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ്. നമുക്ക് പുതിയ വീഡിയോയുമായി ഉടനെ കാണാം. താങ്ക് യു.